ഒരു കാര്യത്തിൽ മാത്രം വാശിയുണ്ട്. എന്താണ് ആ വാശി? നിക്കാഹ് ആര് നടത്തിയാലും ശരി, പെണ്ണ് ശിർക്ക് ചെയ്യുന്നവളായാലും ശരി, ഭർത്താവ് ശിർക്ക് ചെയ്യുന്നവനായാലും ശരി, ഖുതുബ മലയാളത്തിലാകണം എന്ന് മുജാഹിദുകൾക്കും സലഫികൾക്കും വാശി, ഖുതുബ അറബിയിലാകണം എന്ന് ഇത് കെട്ടിച്ചു കൊടുക്കുന്ന ശിർക്കിന്റെ ആളുകൾക്കും വാശി. അതിലേ വാശിയുള്ളൂ. രണ്ടാമതൊരു വാശി, നിക്കാഹ് ആര് നടത്തിയാലും എങ്ങനെ നടത്തിയാലും കമ്മിറ്റിക്ക് കിട്ടേണ്ടത് ഫീസ് കിട്ടണം. ഇതല്ലാത്ത ഒരു വിഷയവും ഇവിടെ വിവാഹം നടക്കുന്നത് ആര് തമ്മിലാണ് എന്നത് ഖുതുബ നടത്തിക്കൊടുക്കുന്ന മൗലവിക്ക് പ്രശ്നമല്ല. അതിന് രജിസ്റ്ററുമായി വന്ന് സാക്ഷികളെ ചേർത്ത് രജിസ്റ്ററിൽ പേര് ചേർക്കുന്ന പള്ളി കമ്മിറ്റി ഭാരവാഹിക്ക് പ്രശ്നമല്ല. ആ ഫീസ് വാങ്ങി കീശയിലിട്ട് പോകുന്ന പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിക്കും ഇത് ഹലാലായ വിവാഹമാണോ ശിർക്കിന്റെ വിവാഹമാണോ എന്നതിൽ യാതൊരു ആശങ്കയുമില്ല. ആകെയുള്ള ആശങ്ക ഖുതുബ എന്തിലാകണം, ഫീസ് കിട്ടുമല്ലേ എന്നത് മാത്രമാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ മനുഷ്യന്മാരെ, സഹോദരന്മാരെ, എങ്ങനെയാണ് ഇത് അനുവദനീയമായി തീരുക? എന്തൊരു വൃത്തികേടാണിത്. ഖുതുബയുടെ പേരിൽ മാത്രം അവിടെ തന്നെ ഒരു വാശിയുണ്ട്. മുസ്ലിയാക്കന്മാർക്ക് അതിൽ ഒരു ന്യായമായ വാശിയുണ്ട്. കാരണം എന്താ? ആ ഖുതുബ അറബിയിൽ നടത്തുന്ന നിക്കാഹ് കഴിപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന വാചകം ഞങ്ങൾ തന്നെ പറയണം. പ്രസംഗങ്ങൾ നടത്തിക്കോളി. ആ വിഷയത്തിൽ അവരുടെ നിലപാട് ശരിയാണ്. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഖുതുബകൾക്ക് ആവശ്യമില്ല. മലയാളത്തിൽ ഖുതുബ എന്ന് പറയുന്നത് നബിയോ സഹാബത്തോ നടത്തിയിട്ടില്ല. ഒരു തെളിവ്, ഒരു ദഈഫായ ഹദീസ് പോലും നിക്കാഹിനോടനുബന്ധിച്ച് ഒരു ഖുതുബ നടത്തിയതിന് തെളിവ് കാണാൻ കഴിയില്ല. ആ വിഷയത്തിൽ തൗഹീദുള്ള മുജാഹിദുകൾക്കും സലഫികൾ എന്ന് പറയുന്ന ചില ആളുകൾക്കുമൊക്കെ വാശിയാണ്. ഖുതുബ മലയാളത്തിൽ ഞങ്ങൾ നടത്തിക്കോളാം, മറ്റത് മൂല്യം നടത്തിയാൽ ശരിക്കില്ല. ഈ നിക്കാഹിന്റെ ഹുക്കുമെന്ത് എന്നതല്ല വിഷയം, ഖുതുബയുടെ ഭാഷയാണ് വിഷയം. ഖുതുബയുടെ ഭാഷ അറബിയിലായിപ്പോയി, മലയാളത്തിലല്ല എന്നതുകൊണ്ട് വിവാഹം തന്നെ ബഹിഷ്കരിക്കുകയും അങ്ങനെ മുജാഹിദ് പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന മനുഷ്യനെ സമസ്തക്കാരന്റെ പള്ളിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേ വീടുകളിൽ പിന്നീട് അറബിയിലുള്ള ഖുതുബകൾ നടത്തിയിട്ടുണ്ട്, നിക്കാഹ് ഖുതുബ. അതുപോലെ തന്നെ കെട്ടലും കെട്ടിക്കലും നടക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, എന്റെ നാട് പോലുള്ള മുജാഹിദ് പ്രസ്ഥാനം കേന്ദ്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അരീക്കോട്, ഒതായി, എടവണ്ണ പോലുള്ള സ്ഥലങ്ങളിൽ ജംഇയ്യത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പേരിൽ മുജാഹിദ് ആശയത്തിലുള്ള സംഘടനകൾ രൂപം കൊണ്ട കൂട്ടത്തിൽ ജംഇയ്യത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ട പ്രദേശമാണ്. അത്തരം പ്രദേശങ്ങളിൽ പോലും ഒരുപാട്, ഒന്നും രണ്ടുമല്ല, ഒരുപാട് വിവാഹങ്ങൾ തൗഹീദുള്ള പെൺകുട്ടികളെ ശിർക്കിന്റെ ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നിട്ടുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള ഒരു കുട്ടിയെ ശിർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ വിടുമ്പോൾ നേരത്തെ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ആ ആളുകൾ നരകത്തിലേക്കാകുന്നു ക്ഷണിക്കുന്നത്, നരകത്തിലേക്കാകുന്നു കൊണ്ടുപോകുന്നത്. സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള തന്റെ മകളെ നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. മോളെ, നീ നരകത്തിലേക്ക് പോയിക്കോ, ഈ ശിർക്കുള്ളവന്റെ കൂടെ പോയിക്കോ. ഈ കുട്ടിക്ക് ഒരു പുതിയാപ്പള ഉണ്ടായില്ല എങ്കിൽ പോലും, ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ പോലും തൗഹീദിൽ ജീവിച്ചു മരിക്കലാണ് എന്റെ മക്കൾക്ക് ഗുണം എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന